തിരുവനന്തപുരത്ത് തുറിച്ചു നോക്കിയെന്നാരോപിച്ച് വധഭീഷണി. കാട്ടാക്കട കിള്ളിയിലാണ് സംഭവം. തൈക്കാവിള സ്വദേശി റഹീസ് ഖാനെതിരെയാണ് പരാതി. പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയും വടിവാൾ വീശുന്ന ദൃശ്യം പുറത്ത്. VS അനുരാഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുരാഗ്, ഇത് എപ്പോഴാണ് സംഭവം? ഈ വടിവാള് ഭീഷണിപ്പെടുത്തിയ ആൾ മദ്യപിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഞെട്ടിപ്പിക്കുന്ന വിചിത്രമായ സംഭവം ഉണ്ടാകുന്നത്. തൈക്കാവിള സ്വദേശി റഹീസ് ഖാന്റെ വീടിന്റെ മുൻപിലൂടെ പോകുന്ന യുവാവാണ് തുറച്ചു നോക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ റഹീസ് ഖാൻ ആക്രമിച്ചത്. ആദ്യം ഇയാളെ തടഞ്ഞു നിർത്തുന്നു, പിന്നാലെ അസഭ്യം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു. എന്തിനാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നത് മോശമായ രീതിയിൽ തന്നെ ചോദിക്കുന്നു. പിന്നാലെയാണ് അത് വടിവാളെടുത്ത് വധഭീഷണിയിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഇയാൾ ഭയന്നോടി. ഈ സിയാദ് എന്ന വ്യക്തി ഭയന്നോടി. റോഡിലേക്ക് ഭയന്നോടുന്ന വഴിയിൽ ഇയാൾ വീഴുന്ന സാഹചര്യമുണ്ടായി. ആ വീണ് കിടക്കുന്ന സിയാദിനെ റഹീസ് ഖാൻ മർദ്ദിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. തലയ്ക്കും മുതുകിനും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നാലെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റഹീസ് ഖാന്റെ ബന്ധുക്കൾ ഇയാളെ പിടിച്ചു മാറ്റാനായി വരുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ആ കുട്ടിയുടെ കയ്യിലും വടിവാളുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം. ഈ കുട്ടി കൂടി വടിവാൾ ഈ യുവാവിന് നേരെ വീശുന്നുണ്ട്. ആളുകൾ ആ സമയത്ത് കൂടുന്ന സാഹചര്യമുണ്ടായി. ആ ആൾക്കൂട്ടത്തിന് നേരെയാണ് ഈ കുട്ടി വടിവാൾ വീശുന്നതും തറയിൽ ഉരസിക്കൊണ്ട് തീപ്പൊരി തെറിപ്പിച്ചുകൊണ്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും. എന്തായാലും ഈ സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ അവിടെ എത്തിയ പോലീസ് ഈ പ്രതിയെ പിടികൂടാൻ തയ്യാറായില്ല എന്നുള്ള പരാതി കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നിലവിൽ ഈ ആയുധം പോലീസ് പിടിച്ചെടുത്തു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ റഹീസ് ഖാൻ ഒളിവിൽ പോയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതിക്കായി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തുറിച്ചു നോക്കിയെന്നാരോപിച്ചാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. കാട്ടാക്കട കിള്ളിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. VS അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.